ബ്ലെസ്സിംഗ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്വാഗതം. എല്ലാ ബ്ലെസ്സിംഗ് ടൈമിൻ്റെ എപ്പിസോഡുകളും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ ഇന്നത്തെ ആലോചനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ദൈവിക ആലോചനയിലേക്ക് കടന്നു വരാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, യേശുവും തൻ്റെ ശിഷ്യന്മാരും ഗദര ദേശത്തേക്ക് പടകിൽ കടലിലൂടെ യാത്ര ചെയ്യുന്നതാണ് ഈ സന്ദർഭം. എന്നാൽ ഇവർ ആ ദേശത്തോട് അടുക്കുന്ന സമയത്ത്, ഗദര ദേശത്തോട് അടുക്കുന്ന സമയത്ത് കാറ്റും കടലും ഇവർക്ക് പ്രതികൂലമായി നിൽക്കാൻ തുടങ്ങി. ആ സമയത്ത് യേശു പടകിൽ അതിൻ്റെ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. കാറ്റും കടലും വിരോധമായപ്പോൾ ഇവരുടെ പടക് കടന്നു ഉലയാൻ തുടങ്ങി. ആ സമയം തൻ്റെ ശിഷ്യന്മാർ അവർ യേശുവിനോട് ചോദിക്കുകയാണ്: നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ സമയത്ത് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ആ കടലിന് വലിയ ശാന്തത ഉണ്ടാകുകയും പടക് സാവധാനത്തിൽ ശാന്തമായി തന്നെ ആ ദേശത്ത് ചെന്നെത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പല സന്ദർഭങ്ങളിൽ നമ്മളിൽ പല വ്യക്തി ജീവിതങ്ങൾക്കും സമാനമായ അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വലിയ ആഗ്രഹത്തോടെ ആയിരിക്കാം ആ ജോലിയിൽ പ്രവേശിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ വലിയ ആഗ്രഹത്തോടെ ആയിരിക്കാം, വലിയ സന്തോഷത്തോടെ ആയിരിക്കാം ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതം, ഇപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് പ്രതികൂലമായി, ശാന്തതയില്ലാതെ, സമാധാനമില്ലാതെ, കാറ്റും മഴയും പ്രതികൂലമായി അടിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലേക്കും പ്രശ്നങ്ങൾ സമാനമായി അടിക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വലിയ ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ ആയിരുന്നു ആദ്യ നാളുകളിലായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, കാറ്റും മഴയും പ്രശ്നങ്ങളുമൊക്കെ ഉള്ളപ്പോഴും ആ പടകിൽ യേശു ഉണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല അവസ്ഥകൾ നിലനിൽക്കുമ്പോഴും നിങ്ങളുടെ പടകിൽ, നിങ്ങളുടെ കൂടെ യേശു ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ആർക്കും പരിഹരിക്കാൻ കഴിയത്തില്ല എൻ്റെ വിഷയം എന്ന് ഒരു നാളും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്. അതെ, യേശുവിന് സകലത്തിനും മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ ശാന്തത തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുക. നിങ്ങളുടെ അവസ്ഥകൾ ചേഞ്ച് ആകാൻ പോകുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, മുൻപിൽ വഴി കാണാത്ത നിങ്ങളോടാണ് കർത്താവിൻ്റെ ആത്മ ഇടപെടുന്നത്. നിങ്ങൾക്ക് ദൈവം ഒരു വലിയ ശാന്തത തരാൻ പോകുന്നു. കാറ്റും കടലും നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പ്രതികൂലങ്ങളെയും യേശു ശാസിക്കാൻ പോകുന്നു. ധൈര്യത്തോടെ ആയിരിക്കുക, സമാധാനത്തോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.